വീട്ടിലും കണ്ട് കിട്ടിയിട്ടാ. പറമ്പീന്നൊക്കെ പണ്ട് ഇത് എന്തോരം പൊട്ടിച്ചു തിന്നുണ്ടെന്ന് അറിയോ. ഹായ് നമസ്കാരം, വ്ളോഗേട്ടനാണ്. എൻ്റെ നാട്ടിൽ തന്നെയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഞണ്ടുപിടുത്താണ്. ഞണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ സാധാരണ വഞ്ചിയിൽ പോയിട്ട് പിടിക്കുന്ന ഒരു രീതിയാണ്. എന്നാൽ കരയിൽ നിന്നിട്ടും ഇതുപോലെ നമുക്ക് ഞണ്ട് പിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യുന്നത് കരയിൽ നിന്നിട്ട് പിടിക്കുന്ന ഒരു പരിപാടി കേട്ടോ. അതിനുവേണ്ടി ഇതൊക്കെ കെട്ടി തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. റിങ്ങുകളാണ്. ഇത് കണ്ടോ, ഈ ഒരു റിങ്ങിൽ നമ്മൾ ഇന്നിപ്പം മീനാണ് കെട്ടിയിരിക്കുന്നത്, ഏട്ടാട്ടോ. നമ്മൾ പലതരം മീനുകൾ ബൈറ്റ് യൂസ് ചെയ്യാറുണ്ട്, ചെമ്മീൻ, ഏട്ട ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഏട്ടയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏറ്റം ഇങ്ങനെ തള്ളി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒഴുക്ക് കണ്ടോ, വെള്ളം ഒഴുകി പോകണം കണ്ടോ. ഇങ്ങനെ ഏറ്റം തള്ളി വരുന്ന സമയത്താണ് സാധാരണ നമുക്ക് ഞണ്ട് കിട്ടാറ്. അതിപ്പോൾ എല്ലാ ദിവസവും കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. അത് വെള്ളത്തിൻ്റെയൊക്കെ ഓരോ മാറ്റങ്ങളൊക്കെ അനുസരിച്ചിരിക്കും. ചില സമയത്ത് നല്ലോണം ഞണ്ട് കിട്ടും, ചില ദിവസങ്ങളിൽ ഞണ്ട് കിട്ടില്ല. ഇന്നത്തെ വെള്ളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടിട്ട് അത്ര അങ്ങോട്ട് നല്ലതാണെന്ന് തോന്നണില്ല. എന്തായാലും നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ എന്തായാലും നമുക്ക് ഇവിടെ അങ്ങോട്ട് ഇടാം. ഇതുപോലെ ഇന്നിപ്പോൾ ഞാനൊരു 7 എണ്ണമാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. പല സ്ഥലത്തായിട്ട് നമുക്ക് ഈ 7 എണ്ണം ഇടാം. അത് കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മൾ വലിച്ചു നോക്കും. അപ്പോൾ ഞണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. ഒരെണ്ണം ഇവിടെ അടുത്ത് തന്നെ ഇട്ട് വയ്ക്കട്ടാ. കരഭാഗത്ത് കൂടെ ഞണ്ടുകൾ ചിലപ്പോൾ സഞ്ചരിക്കും. അപ്പോൾ നമുക്ക് കിട്ടാനായിട്ട് തൊട്ടടുത്ത് തന്നെ ഞാനിവിടെ ഇട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 7 വല ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു 10-20 മിനിറ്റ് റെസ്റ്റാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വലിച്ചു നോക്കിയാൽ മതി. അതുവരെ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഞൊട്ടാഞ്ഞൊടിയനൊക്കെ പൊട്ടിച്ച് തിന്നാം. ഉണ്ടാ, ഇതൊക്കെ നമ്മുടെ ഒരു കുട്ടിക്കാലത്തെ നൊസ്റ്റാൾജിയാണ് കേട്ടോ. പറമ്പീന്നൊക്കെ പണ്ട് ഇത് എന്തോരം പൊട്ടിച്ച് തിന്നുണ്ടെന്ന് അറിയോ. നിങ്ങൾ ഇത് കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് നമ്മുടെയൊക്കെ ഒരു ജനറേഷനിൽ ഉള്ളവരെ കഴിച്ചിട്ടുണ്ടാകാൻ വഴിയുള്ള ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇത് കഴിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കണ്ടോ, ഇത് നല്ല പഴുത്തതാണ് കണ്ടോ. ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ട് വലിച്ചു നോക്കാം. അപ്പോൾ ഏതാണ്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വല ഇട്ടിട്ട് നമുക്ക് വലിച്ച് നോക്കാം എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. ഏറ്റം ഫുള്ളാകുന്ന ആയിട്ടില്ല കേട്ടോ, ആവണുള്ളൂ. ഏറ്റം അങ്ങനെ തള്ളി വരണുള്ളൂ. എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ആദ്യം ഇട്ടത് തന്നെ ആദ്യം വലിക്കാം. ഇതിലൊരു ഞണ്ടുണ്ട് കേട്ടോ. കണ്ട, ഒരു മീഡിയം സൈസ്. മീനിൻ്റെ പകുതിയും കൊണ്ടുപോയി കേട്ടോ. എനിക്ക് ഇത്ര സമയം മതി. ഒരൊറ്റ ഫുള്ള് മീനുണ്ടായിരുന്നു, അതിൻ്റെ പകുതിയും തിന്ന് തീർത്തു. അപ്പോൾ ഞണ്ടുണ്ടാവും എന്ന് വിചാരിക്കാം. നമുക്ക് ഇവിടെ അടുത്തിട്ടൊന്ന് വലിച്ചു നോക്കാം. അതിൽ ഞണ്ടില്ല കേട്ടോ. അടുത്തത് ഇതിലൊരു ഞണ്ടുണ്ട്. അത് കാലില്ലാത്ത കണ്ടാട്ടോ, ഇറക്കം കാലില്ല. അത് കാരണം പിന്നെ നമുക്ക് കൈ കൊണ്ട് പിടിക്കാം, കുഴപ്പമില്ല. കണ്ട, പെൺഞണ്ടാണ്. കാലൊക്കെ വരുന്നുള്ളൂ, പോയിട്ട് കണ്ട, പുതിയ കാല് വരുന്ന കണ്ട. ഇതിലുണ്ട് കേട്ടോ. ഇതാകെ തിരിഞ്ഞു പോയി. ഇതിലൊരു ചെറുതും പിന്നെ ഒരു മീഡിയവും. ചെറുതിന് നമ്മൾ എടുക്കില്ല, ഒരു ഇതിനെടുക്കാം. മറ്റേതിനെ കളയാം, മറ്റേ പോട്ടെ. അമ്പോ, അതിൻ്റെ പുറത്തുണ്ടായിരുന്നു ഒരെണ്ണം. പുറത്ത് കൂടെ കയറിയിട്ടേ കടിക്കായിരുന്നു. വലയുടെ പുറത്തായിരുന്നു, അത് പോയി. ചിലപ്പോൾ വീണ്ടും വന്ന് കയറും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വലിച്ചു നോക്കാം. അപ്പോഴേക്കും നമുക്ക് ഇനി അടുത്ത ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ കിട്ടി ഞണ്ടുകൾ കെട്ടണം. 2 ഞണ്ട് കെട്ടണം. ആ കെട്ടി കഴിയുമ്പോൾ നമുക്ക് അപ്പോഴത്തേക്കും കുറച്ച് സമയമാകും. അപ്പോൾ ആ മിസ്സായ ഞണ്ടുണ്ടല്ലോ, അവിടെ നിന്ന് വലിച്ചു നോക്കാം. അവിടെ ചിലപ്പോൾ അത് തിരിച്ച് കിട്ടും. അല്ലെങ്കിൽ പിന്നെ സാധാരണ 15 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും സാധാരണ പോലെ വലിച്ചു നോക്കാം.
കണ്ടോ നമ്മൾ ഇങ്ങനെ കെട്ടുട്ടോ അതിനെ. ഇതും പെണ്ണഞ്ഞണ്ട് തന്നെയാണ് കണ്ടോ. ഇങ്ങനെ കെട്ടിയിട്ട് എടുക്കും. ഇതിപ്പോൾ ഒരു 100-150 ഗ്രാം ഉണ്ടാവും. നമുക്ക് നേരത്തെ മിസ്സായില്ല വരണം. അത് ചിലപ്പോൾ കയറും. സാധാരണ ഞണ്ട് അങ്ങനെ കയറാറുണ്ട്. ഞണ്ട് വലിയ ബുദ്ധിയുള്ള ജീവിയൊന്നല്ല. അതുകൊണ്ട് പോയാലും ഒപ്പം തന്നെ ചിലപ്പോൾ വീണ്ടും കയറും. അപ്പം അങ്ങനെ കയറിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് വലിച്ചു നോക്കാം. കയറിയിട്ടില്ല, പുറത്തന്നെയായിരുന്നു. പക്ഷേ വിട്ടില്ല ആൾ. കണ്ട സാധനം കിട്ടിയാൽ നമുക്ക്. ഇത് കുഴപ്പമില്ലാത്ത ഞണ്ട, അത്യാവശ്യം സൈസുള്ള ഞണ്ട. കണ്ട കാരണം ഇവിടെ പുല്ലുമ്പലൊക്കെ കടിച്ച് പിടിക്കുന്നത്. അപ്പോൾ പിന്നെ വീടിപ്പിക്കാനും പാടാണ്. ഇപ്പോൾ തന്നെ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത് നല്ല ഞണ്ട, കുഴപ്പമില്ലാത്ത ഞണ്ട. ആൺഞണ്ടാണ്. പെൺഞണ്ടിനാണ് ശരിക്കും നമുക്ക് വിലയും ഡിമാൻഡൊക്കെ ഉള്ളത്. വെള്ളം നേരത്തെ തന്നെക്കാളും കുറച്ചുകൂടി നിറഞ്ഞു തുടങ്ങിയിട്ടാ. കണ്ടാ വെള്ളം അങ്ങനെ ഒഴുകി പോകണണ്ട. ആ തേങ്ങയൊക്കെ ഒഴുകി പോകണണ്ട. അത് നമുക്കറിയാം വെള്ളത്തിൻ്റെ ഒഴുക്ക്. കണ്ട ഏറ്റവും നിറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ഇത് നമ്മുടെ കടലിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അഴിമുഖത്താണ് ഇത് ചെന്ന് ചേരുന്നത്. അപ്പോൾ അഴിമുഖത്ത് നിന്ന് ഏറ്റം തള്ളുമ്പോൾ കയറി വരുന്നതാണ്. തേങ്ങയൊക്കെ കുറേ ഒഴുകി വരുന്നുണ്ടാവും. കണ്ട ഇവിടെ തീരെ വീതിയില്ല. പക്ഷെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് വീതിയുണ്ട്. പക്ഷെ അവിടെ നമുക്ക് വഞ്ചിയിൽ പോയിട്ട് ഇടാൻ പറ്റുള്ളൂ. മുമ്പ് ഞാൻ വഞ്ചിയിലൊക്കെയാണ് ഇട്ടിരുന്നത്. ഇപ്പോൾ വഞ്ചി മറ്റേ പുഴയിൽ കിടക്കുക. അത് കാരണം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നല്ലൊരു കണ്ടൽ ചെടി വളർന്നു വന്നതായിരുന്നു കേട്ടോ. കണ്ട പക്ഷേ ഒരെണ്ണല്ല, 2 ഉണ്ട്. 2ൻ്റെയും തല ഒടിച്ചിട്ടിരിക്കുന്നുണ്ട. ഇത് ആരെയും നശിപ്പിക്കണമെന്നറിയില്ല കേട്ടോ. എന്തായാലും ഈ കണ്ടൽ ഇവിടെ ഉള്ളതിൻ്റെ ഗുണം എന്താണെന്നറിയോ? ആ കടൽ നോക്കി, ആ കാണുന്നതാണ് കടൽ. കടൽ ഇവിടെ എത്താറായി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു തടയാണ്, ഒരു തടസ്സം. ഈ കണ്ടൽ വേരൊക്കെ നന്നായിട്ട് വേരൊക്കെ വന്ന് ഈ കണ്ടലിവിടെ അങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, കടൽ കയറി വരുന്നതിന് ഒരു തടസ്സമാണ്. അപ്പോൾ നമുക്ക് ഈ പറമ്പുകാർക്കും ഒക്കെ ഉപകാരമുള്ള സംഭവമാണ്. പക്ഷേ ആരാണ് ഈ സാധനം ഒടിച്ച് കളയണമെന്ന് അറിയില്ല. കണ്ടൽ നല്ലോണം വളർന്ന് വരാറുണ്ട്. പക്ഷേ നമ്മൾ ആരോ നശിപ്പിക്കുന്നുണ്ട് കണ്ടൽ. അപ്പോൾ അവിടെയും ഇതുപോലെ കണ്ടൽ, ഞാൻ നട്ടുണ്ടാക്കിയ കണ്ടലുണ്ടായിരുന്നു, അതൊക്കെ ഒടിച്ചിട്ടിട്ടുണ്ട്. ആരോ ഇത് ഒടിച്ച് കളയണമെന്ന് അറിയില്ല കേട്ടോ. ഇതിലൊരു ഞണ്ടുണ്ട് കേട്ടോ. ഒന്നുമില്ല, ഞണ്ടുണ്ടെങ്കിൽ ഇപ്പം എപ്പോൾ കയറിയാണെന്നറിയോ? ഒരെണ്ണം കൂടിയും കിട്ടും. ഇന്ന് കാര്യമായിട്ടുള്ള ഏറ്റമില്ല കേട്ടോ. ഏറ്റം ഇത്രേ ഉള്ളൂ. ഏറ്റം നിറഞ്ഞു, ഇത്രയേ ഉള്ളൂ. മാക്സിമം ഏറ്റമാണ് ഇപ്പം ഇന്ന് കാണുന്നത്. സാധാരണ ഇവിടെയൊക്കെ നിറഞ്ഞിതാ, ഇവിടെ നിന്നൊക്കെ നിറഞ്ഞിട്ട് ഈ കല്ലിൻ്റെ അവിടെയൊക്കെ നിറഞ്ഞ് ഇവിടെ വരെയൊക്കെ വെള്ളം വരണതാണ്. നല്ല ഹൈറ്റിൽ വെള്ളം കയറണതാണ്. ഇന്നിപ്പോൾ ഏറ്റം വളരെ കുറവാണ്. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞണ്ട് കിട്ടലും കുറവായിരിക്കും. സാധാരണ നല്ല ഏറ്റമുള്ള ദിവസമൊക്കെയാണ് കൂടുതൽ ഞണ്ട് കിട്ടാറ്. ഇപ്പോൾ ഏതാണ്ട് നിറഞ്ഞ് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ തിരിച്ചൊഴുകി തുടങ്ങി. കണ്ട വെള്ളം ഇങ്ങനെ തിരിഞ്ഞ് ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തത് വലിച്ച് നോക്കാം. ഏതാണ്ട് 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു ഞണ്ടുണ്ട്, ചെറുതാണ്. പോട്ടെ, പോയി വളർന്ന് വലുതായിട്ട് വരട്ടെ. ആമ്പാ വലിയ ഞണ്ട് കിട്ടിയിട്ടാ. കണ്ട അത്യാവശ്യം നല്ല സൈസ് ഞണ്ട്. ഇതിൻ്റെ കാല് വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇത് ഒടിഞ്ഞു കഴിഞ്ഞ പണിയാണ്. ഈ തുഴക്കാലാണ്. അത് ഒടിഞ്ഞു കഴിഞ്ഞാൽ കെട്ടാനും പാടാണ്. ഈ ഞണ്ടിൻ്റെ പണി എന്ന് പറഞ്ഞാലേ രസമുള്ള പരിപാടിയാണ്. ചിലപ്പോൾ ഒന്നും കിട്ടില്ല, ചിലപ്പോൾ നല്ലോണം ഞണ്ട് കിട്ടും, ചിലപ്പോൾ 1-2 കിട്ടുള്ളൂ. പക്ഷെ കിട്ടണത് നല്ല അടിപൊളി സാധനമായിരിക്കും. അതായത് നല്ല വില കിട്ടണ ഞണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്കിപ്പോൾ ഇത് വലിക്കുന്ന സമയത്ത് ഒരു എക്സൽ, അതായത് ഒരു മഡ് ക്രാബ് അങ്ങനെ കിട്ടുകയെന്ന് വിചാരിക്കുക. ഒരു കിലോൻ്റെ മേലെ തൂക്കമുള്ളത് കിട്ടുകയാണെങ്കിൽ 1 കിലോ ഉണ്ടെങ്കിൽ ആ സാധനത്തിന് ഒരെണ്ണത്തിന് 3000 രൂപയാണ് വില. ഇനിയിപ്പോൾ അതിനേക്കാളും തൂക്കം കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് കാറ്റഗറി അനുസരിച്ച് വില കൂടി വരും. ഇനിയിപ്പോൾ 1 കിലോൻ്റെ താഴെ, ഒരു 1/2 കിലോൻ്റെ മുകളിൽ 1 കിലോൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ തന്നെയും അത്യാവശ്യം വില കിട്ടും. അപ്പോൾ അതാണ് ഈ ഒരു പണിയുടെ പ്രത്യേകത. പക്ഷേ അത് കിട്ടുന്നത് വളരെ അപൂർവമായിരിക്കും. എപ്പോഴും അങ്ങനെ കിട്ടുമെന്നില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അങ്ങനെ ഒന്ന് കയറി കിട്ടും. ചില സമയത്തുണ്ടല്ലോ നമ്മളിൽ കാശൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയമാവും. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ പണിക്കിറങ്ങുമ്പോൾ ഈ സാധനം ചിലപ്പോൾ അങ്ങോട്ട് കയറി കിട്ടും. അപ്പം ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. പക്ഷേ കിട്ടുമ്പോൾ വേറൊരു കാര്യമുണ്ട്. അത് ഞെക്കുണ്ടെങ്കിൽ ചിലപ്പോൾ പൊങ്ങി വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ രക്ഷപ്പെട്ടു എന്നൊക്കെ വിചാരിക്കും. പക്ഷെ സാധനം ചിലപ്പോൾ ഞെങ്ങണതായിരിക്കും. അപ്പോൾ ഉണ്ടാവുന്നൊരു സങ്കടം ഉണ്ടല്ലോ, അത് ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങനത്തെ ഒന്നും കിട്ടാനുള്ളൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ കിട്ടാൻ ചാൻസും ഇല്ല. കാരണം ഏറ്റം നിറഞ്ഞിട്ട് കണ്ട സ്റ്റഡിയായി തിരിച്ചിറങ്ങി തുടങ്ങി. ഇനിയിപ്പോൾ രക്ഷയില്ല.
ഇനി എന്തായാലും ഉള്ളത് മീനുണ്ടല്ലോ, തീറ്റ ഉള്ളത് അവിടെ കുറച്ച് നേരം എടുക്കട്ടെ, കഴിഞ്ഞാലൊന്നും ഇനി ഇടണില്ല. നമുക്കിപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ള ഞണ്ടുകളുണ്ടല്ലോ ബാക്കിയെല്ലാം ലോക്കലാണ്. ഇത് മാത്രം, ഈ ഒരെണ്ണം മാത്രമാണ് കുറച്ച് നമുക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ള ഞണ്ട്. കാരണം ഇതൊരു 10-200 ഗ്രാമിന് മേലെ ഉണ്ടാവും, ഒരു 250 ഗ്രാമൊക്കെ ഉണ്ടാവും തോന്നുന്നു. പെൺഞണ്ടും കൂടിയാണ്, അതാകുമ്പോൾ ഇതിന് കൂടുതൽ വില കിട്ടും. ബാക്കിയെല്ലാം കിട്ടിയിട്ടുള്ളതൊക്കെ ലോക്കലാണ് കേട്ടോ.